ആദ്യം തന്നെ ഞാൻ ഈ തേങ്ങ പൊളിക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തിനാണ് ഈ തേങ്ങ പൊളിക്കണമെന്നും ഈ തേങ്ങ വെച്ചിട്ട് എന്താണെന്ന് ഞാൻ ചെയ്യാൻ പോകണമെന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കണേ. അപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ ചിരളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തേങ്ങ പൊളിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ തേങ്ങ ഇതാ പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ ഉണ്ടാക്കണമെന്നല്ലേ, അതിൻ്റെ മുന്നായിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഷാജി എന്നാണ് അക്കൗണ്ടിൻ്റെ പേര് കേട്ടോ. അതിന് നമുക്കൊരു ഇൻബോക്സിലേക്ക് ഒരു കമൻറ്റ് വന്നു. അപ്പോൾ കമൻറ്റ് എന്താ വെച്ചാൽ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന ടിപ്പ് ഒന്ന് പറഞ്ഞു തരുമെന്നാണ്. അപ്പോൾ ആ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന ആ ഒരു ടിപ്പ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള 2 കരിവേപ്പിൻ്റെ ഇല്ലി വേണം, അത് എടുക്കും നമുക്ക്. അപ്പോൾ ഈ തേങ്ങാ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ് ഈ നിരത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുണ്ടാവും, എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പുളി, ലേശം വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നാക്കി എടുക്കട്ടോ. ഇഞ്ചി ഇതാ ഞാൻ തോലൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഉള്ളിയും തോലൊളിച്ച് കഴിഞ്ഞു. ഇനി ഈ തേങ്ങ ഞാൻ ചിരകിയിട്ട് കൊണ്ടുവരാം കേട്ടോ. തേങ്ങ ചിരകിയിട്ടോ. അപ്പോൾ തേങ്ങ, ഉള്ളി, മുളകും പുളിയും ഇഞ്ചിയും എല്ലാം കൂടി കൂട്ടിയിട്ട് പിന്നെ ഉപ്പും കൂടി കൂട്ടിയിട്ട് നമുക്കിത് നല്ല രീതിക്കൊന്ന് അരയ്ക്കണം. അപ്പോൾ വേഗം അരയ്ക്കാൻ പോവാം. നമ്മളെ ചമ്മന്തി അതിൻ്റേതായിട്ട് രീതി തന്നെ ആയിക്കോട്ടല്ലേ. അമ്മീമിലാണ് കേട്ടോ ഞാൻ അരക്കണേ. ഞാനൊരു 5 വറ്റൽമുളകാണ് കേട്ടോ എടുത്തത്. അപ്പോൾ എനിക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് എരിവിൻ്റെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ കഴുകിയെടുത്ത പുളിയാണേ. ഇഞ്ചിയും കൂടി അരക്കട്ടോ. നമ്മളെ ചുവന്നുള്ളിയും കൂടി ഒന്ന് അരച്ചെടുക്കുക. അവസാനമായിട്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി കൂട്ടിയിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ചമ്മന്തി അരക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കട്ടെ, നമുക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയല്ല ഇത് കഴിക്കണ്ടേ, വേറെ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. ഇനി ഞാൻ അടുപ്പ് കത്തിച്ച് ചട്ടി ഒന്ന് വെച്ചെടുക്കണേ. ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ അത്യാവശ്യം നല്ലോണം ചൂടായി, കടുക് ഇട്ടെടുത്തു കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ടെടുത്തേ. ഗ്യാസ് ഞാനൊന്ന് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തിനറിയോ, കുറച്ച് മുളക് പൊടി ഇടാനാണേ. മുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അരച്ച് വെച്ച് ചമ്മന്തി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ചട്ടി അത്യാവശ്യം നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പറഞ്ഞത്. കാരണം നമ്മൾ ആ മുളക് പൊടി ഇടുന്ന സമയത്ത് കരിഞ്ഞു പോവും. പിന്നെ നമ്മൾ ആ ഒരു ചൂടിൽ കിടത്തിയിട്ട് തന്നെ ഈ ഒരു ചമ്മന്തിനെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ കിടുക്കാച്ചി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചമ്മന്തി നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം കേട്ടോ. നമുക്ക് ചമ്മന്തി ടേസ്റ്റ് ചെയ്യണ്ടേ? ഞാനുണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയാമെന്ന് പറയരുത് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ റെസിപ്പീസ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു സിനിമയിൽ പറഞ്ഞില്ലേ, സിദ്ദീഖ് പറഞ്ഞ പോലെ നമ്മളെ കുട്ടികൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയണമെന്നുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാന്ന്. അതേപോലെ നമ്മളെ ഷാജി പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് ഇപ്പോൾ ചമ്മന്തി അല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുണ്ടാക്കിയതാണ് ഈ ഒരു ചമ്മന്തി കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവില്ലേ, അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി ഇതേപോലത്തെ റെസിപ്പീസ് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും കേട്ടോ.
അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കുമ്പോഴാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് ഞങ്ങളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.